വെൽക്കം ബാക്ക് ടു ടൗൺ ഗുഡ് ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് പേര് വന്നിട്ട് ക്രീപ്പർ റോസ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീപ്പേഴ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് റോസാണ്. ബ്രിട്ടീഷ് ക്യൂൻ ക്ലൈംബർ എന്നും ഇംഗ്ലീഷ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി റോസാണ്. ക്ലൈംബറാണ്. ഈ വലിപ്പമുള്ള പൂക്കളാണ്. ഇതിൻ്റെ വീട്ടിൽ ഫ്ലവറിങ് ആയതാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഇതെടുത്ത് പറയാൻ കാരണം കുറേ പേർക്ക് ഡൗട്ടാണ്. ക്രീപ്പറൊക്കെ നമ്മൾ കൂടുതലും ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്ഥലത്തുള്ളതായിരിക്കില്ല, അതായത് നമ്മുടെ രാജ്യത്തുള്ളതായിരിക്കില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടായിരിക്കും ഇത് നമ്മുടെ ക്ലൈമറ്റിൽ കൂടുതലും ജർമ്മനി അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ക്രീപ്പർ ടൈപ്പൊക്കെ കണ്ടുവരുന്നത്. നമ്മുടെ ക്ലൈമറ്റിലും നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് സൂപ്പർ ഫെയറി ഓറഞ്ചാണ്. ഇതെനിക്ക് എറണാകുളത്തുള്ളൊരു ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഫ്ലവറിങ് ആയപ്പോൾ പുള്ളിക്കാരി അയച്ചു തന്നതാണ് കേട്ടോ. സൂപ്പർ ഫെയറി ഓറഞ്ചാണ്. ഇതും അടിപൊളിയായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് അവരുടെ വീട്ടിൽ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് ബിഗ് ആയിട്ടുള്ള ഓറഞ്ച് ക്രീപ്പർ. ഇതിൻ്റെ ഐഡി കാര്യങ്ങളൊന്നും അറിയില്ല. ക്രീപ്പറാണ്, വലിയ ഓറഞ്ചാണ്. കാണുന്ന സെയിം ഫ്ലവർ തന്നെയാണ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ക്യൂൺ ക്രീപ്പറിൻ്റെ സെയിം തന്നെയാണ്. അതിലൊരു ഓറഞ്ച് ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ് ഈ ഒരു ക്രീപ്പറിന് വരുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രീപ്പേഴ്സ് മാത്രമാണ് കാണിക്കുന്നത്, വേറൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതെല്ലാ പ്ലാന്റ്സുമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് മാത്രമായിട്ടും നമുക്കിപ്പോൾ ഒരു കോംബോ ആയിട്ട് നമ്മൾ ഇടുന്നില്ല, കാരണം കോംബോയിൽ കൊടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി പ്ലാന്റ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ചില വെറൈറ്റീസ് മാത്രം നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. ചില റോസസൊക്കെ വിരലിലെണ്ണാവുന്ന കണക്കിന് മാത്രമേ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതൊരു 3, 4, 5 ആ ഒരു കണക്കിന്, ചിലത് 10 പ്ലാന്റ്സ്, ചിലത് 5 പ്ലാന്റ്സ്, അങ്ങനെ മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് കോംബോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. പിന്നെയുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമുക്കിനി മുതൽ കൊറിയർ ഉണ്ടാകുന്നതാണ് കേട്ടോ. പിന്നെ ഇത് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്ന റോസാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന സെൻട്രൽ പോർഷനിൽ എന്തോ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഭംഗിയിലാണ് സെൻട്രൽ പോർഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നത്. ഈ ഒരു റോസാണ് നമ്മുടെ അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആയത് കാരണം നമ്മൾ ഈ വരുന്ന വ്യാഴം, നാളെയും വെള്ളിയാഴ്ച ട്രിവാൻഡ്രം ടു എറണാകുളം വരെ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പ്ലാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. അവരുടെ പ്ലാൻസ് എല്ലാം നമ്മൾ വേഗം തന്നെ കൊറിയർ അയക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ക്രീപ്പർ ജാക്കിയാണ്. ചന്ദന റോസ്, നാടൻ ചന്ദന റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്രീപ്പർ ജാക്കിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ഓൺ റൂട്ടഡും ഉണ്ട്, നാടൻ ബഡ്ഡിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൽ നമ്മുടെ നാടൻ ബിഗ് റോസ് മാത്രം നമുക്ക് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ്. പിന്നെ ക്രീപ്പർ ജാക്കിയുടേത് വലിയ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നാടൻ ബഡ്ഡിങ്ങും, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺ റൂട്ടഡും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൺ റൂട്ടഡ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ്സ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ വയ്യാന്ന് പറഞ്ഞപ്പോൾ, ഹോസ്പിറ്റലായെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു സുഖമായിട്ട് അയച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അത്രയും കാത്തിരുന്നിട്ടും നിങ്ങൾ ഇനി ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇത് വന്നിട്ട് റാണി പിങ്ക് ക്രീപ്പറാണ്. ഈ ക്രീപ്പർ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ഒരു 5 or 6 പ്ലാന്റ്സ് മാത്രമേ റാണി പിങ്ക് ക്രീപ്പർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നുമില്ല, 5 or 6 പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിനകത്ത് നിന്ന് ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു 5 or 6 പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു മാജിക് ഡ്രാഗൺ പിങ്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ സാധാരണ റെഡ് ക്രീപ്പറിന് സെയിം തന്നെ പിങ്ക് ആണെന്നേ ഉള്ളൂ, ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്, കിസസ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. ഇതും റെഡ്, നമ്മുടെ സാധാ റെഡല്ല, അതിനേക്കാളും ഒരു കുങ്കുമ തരത്തിലുള്ള ഒരു ഷെയ്ഡ് വരുന്നൊരു റോസാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ്, ഇപ്പോൾ കാണിച്ചതെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നോർമൽ റെഡാണ്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡ്രാഗൺ പിങ്കിൻ്റെ തന്നെ ഡ്രാഗൺ റെഡാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇതും നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ നോർമലായിട്ട് നമുക്ക് കണ്ടുവരുന്നത് വൈറ്റ് ക്രീപ്പറിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു മിഡ് നൈറ്റിൻ്റെ ക്രീപ്പറാണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറും നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസ് പോലെ അതിൻ്റെ ചെറിയൊരു ഫ്ലാഷ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടൈപ്പ് ക്രീപ്പറാണ്. ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.